വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മൂസാണ്. മൂസ് ഒരു മജീഷ്യനാണ്. മൂസ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെ പോഡ്കാസ്റ്റിലേക്ക് വരുന്നത്. മൂസ് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാജിക് വേൾഡിൽ എന്താ നടക്കുന്നത്, എങ്ങനെ ഒരു മജീഷ്യൻ ആവാം എന്നുള്ളതിനെ പറ്റിയൊക്കെ മൂസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ മൂസിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇടയ്ക്ക് മാജിക് എന്ന് പറഞ്ഞിട്ട് മാജിക് എനിക്ക് സെപ്പറേറ്റ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് തന്നെ. റെഡിയല്ലേ നമ്മള്? മനസ്സ് വായിക്കാൻ പറ്റുമോ? നമ്മള് സ്റ്റാർട്ടായോ? നമ്മള് പോകുന്ന മറ്റേ പരിപാടി ഒന്നുമില്ല ഇപ്പൊ എനിക്ക്. ഇല്ല, അതൊക്കെ നിർത്തി. അത് ആൾക്കാർ ടെൻഷനാവാണ്. എന്തിന്? അത് പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടേ. അപ്പൊ അതുവരെ നമ്മള് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ അങ്ങനെ വന്നിട്ട്. അപ്പൊ കൈ ഇങ്ങോട്ട് അടിക്കുമ്പോ പാനിക്കാവും, എന്താ എന്നിട്ട്. അപ്പൊ അതിന് ശേഷം കയ്യടി. എനിക്ക് ചൂടെടുക്കണ്ടെന്നാല് എനിക്ക് ചൂടെടുക്കണില്ല. എനിക്ക് ചൂടെടുക്കണ്ട്. വിയർക്കുന്നുണ്ട്. എന്റെ ഫ്രെയിമിന് വേണ്ടിട്ട് കേട്ടോ ഞാൻ അതൊക്കെ പറഞ്ഞത്. ആ പരിപാടി നിർത്തി. ഇടയ്ക്ക് എൻ്റെ ഇയർ ഫോൺസ് കട്ടാവുന്നുണ്ട്. ഹലോ എന്താ പറഞ്ഞേ? ഹലോ. ഈ ലൈറ്റിന്റെ ആ ഒരു ചൂടാന്ന് തോന്നുന്നു എനിക്ക്. അത് സഹിച്ചേ പറ്റൂ. ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്നു എൻ്റെ മുഖത്തൊരു ഗ്ലോ ഒക്കെ. ഞാൻ കുളിക്കലുണ്ട്. അത് നേരത്തെ കണ്ട കുളിയല്ലേ? ചൂട് വെള്ളം പോയല്ലേ? ഡെയിലി ഒരു ഫുള്ളായിട്ട് ഇങ്ങോട്ട് തേച്ചരച്ച് കൊടുക്കുകയാണ്. ഒരു 5 വട്ടം മേത്തുകൂടി വെള്ളം വരാനല്ലേ? എങ്ങനെ ഡെയിലി 5 വട്ടം തേച്ചരച്ച് കഴുകുന്നതാണോ മേത്തുകൂടി 5 വട്ടം വെള്ളം വരുന്നതാണോ നല്ലത്? അത് ഡിപ്പെൻസ്. അങ്ങനെ വെറുതെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാർ, അല്ല ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ തേച്ചുരച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. മെന്റലിസ്റ്റ് ഇപ്പൊ അടുത്ത് കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ട്, അതായത് മെന്റലിസം പഠിക്കാന്ന് പറഞ്ഞിട്ടേ. അപ്പൊ ഷോർട്സ് എങ്ങനെ വെച്ചാല് ഇപ്പൊ ഭയങ്കര പണ്ട് 8,000 ഉണ്ടെങ്കിൽ ഇപ്പൊ 1,500 റുപ്യക്ക് മെന്റലിസം പഠിക്കാറിട്ട്. ഇതിന്റെ പരസ്യം എങ്ങനെ അറിയാം? പരസ്യം എങ്ങനെ വെച്ചാല് ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു 5-6 ആൾക്കാർ പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക് പോടും. 5 ആൾക്കാർ ഉറക്കണു ഇറങ്ങി വരുന്നു. ആ പോസിബിൾ ആണ്? അങ്ങനെ പെട്ടെന്ന് ഉറക്കാൻ പറ്റും ആൾക്കാരെ? ഇത് അതും 1 മന്ത് കൊണ്ട് പഠിക്കാന്നൊക്കെ. 1 മന്ത് കൊണ്ട് പഠിക്കാനിട്ട്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊന്നും നടക്കൂല. ഈ പറഞ്ഞ പോലെ ഒരു ഹിപ്നോട്ടിസം ഒന്നും നടക്കാൻ പോണില്ല. അതൊരു റാപ്പിഡ് ഇൻഡക്ഷൻ ആണ് അവർ കാണിക്കുന്നത്. റാപ്പിഡ് ഇൻഡക്ഷൻ പെട്ടെന്ന് വന്നിട്ട് അത് പോസിബിൾ അല്ല അത്. പിന്നെ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 1 മന്ത് കൊണ്ട് പഠിക്കാം എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇതിന് നടക്കൂല. ഒരു ട്രിക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു ട്രിക്ക് പഠിക്കാം. ഒരു ട്രിക്ക് അങ്ങനത്തെ പഠിക്കാം. അതെ ഒരു ട്രിക്ക് പഠിക്കാം. ഒരു ടെക്നിക്ക് പഠിക്കാം. പക്ഷെ എനിക്കും കുറെ ആഡൊക്കെ വരാറുണ്ട്. ഞാനെടുത്ത് നോക്കാറുണ്ട്, കുറച്ച് പഠിച്ചേക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ വളരെ തുച്ഛമായ വിലയുള്ളൂ. ഇപ്പൊ 500 രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്. സുലഭം. അപ്പൊ പേടിക്കണല്ലോ. പേടിക്കൊന്നും വേണ്ട. ബസ്സിലൊക്കെ പോകുമ്പോ പെട്ടെന്ന് ഉറക്കി കിടത്തിയാലോ? അതെ. അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു റീച്ച് കൂടിയിട്ടുണ്ട്. റീച്ച് കൂടിയ പോലെ തന്നെ ഇതിന് ഒരു ഡൗൺ സൈഡും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മാജിക് എന്ന് പറഞ്ഞ സംഗതിയുടെ ഭൂരിഭാഗം ഏരിയയിൽ നിൽക്കുന്നത് സീക്രട്സിൽ തന്നെയാണ്. നമ്മള് ഇപ്പൊ പലരും പറയുന്നുണ്ട് നമുക്ക് സീക്രട്സ് ആർ ജസ്റ്റ് 20%, ബാക്കി 80% ഓൾ അബൌട്ട് പെർഫോമൻസ് പറയുന്നുണ്ടെങ്കിൽ ആ 80% പെർഫോമൻസിന് നമുക്ക് എലിവേറ്റ് ആവുന്നത് ആ 20% ഉള്ള സീക്രസി ഉള്ളതുകൊണ്ടാ. അപ്പോ ഭയങ്കര എലമെന്റ് ആണ്. പക്ഷെ ഞാൻ അതിലും അല്ലാണ്ട് കെയർ ചെയ്യാത്തൊരു മനുഷ്യനാണ്. ഞാൻ ഒന്നിലും കെയർ ചെയ്യുന്നില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഇത് വെച്ച് മാത്രം ജീവിക്കുന്ന കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ട്. മജീഷ്യൻസ്.
അതായത് നമുക്ക് പല ട്രിക്കും സെറ്റായിട്ട് വാങ്ങാനൊക്കെ പറ്റും. ഉം. ആ നമുക്ക് യു ഗോ ടു എ മാജിക് ഡീലർ, യു ബൈ എ കിറ്റ്, യു ആ, സ്റ്റാർട്ട് ഡൂയിങ് ആ. മാജിക്. പണ്ടുണ്ട് പുസ്തകം, മറ്റേ ചെറിയ ഇങ്ങനെ ചെറിയ ആ, ഐറ്റംസ് ഇല്ലേ, അതെ. പൂവ് വരിക. കളർ മാറുന്നത്, ആ. അങ്ങനത്തെ സാധനങ്ങള്. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാവരിലേക്ക് എത്തുന്നതുകൊണ്ട് പ്രശ്നം എന്താ വെച്ചാല് ഈ ഇതിന്റെ സീക്രസി മാത്രം വെച്ചിട്ട് ജീവിക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകളുണ്ട്. ഭൂരിഭാഗം മജീഷ്യൻസും ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വയറ്റത്തടിക്കുന്ന പോലെ പരിപാടിയാണിത്. അവർക്ക് പിന്നെ അവരുടെ ഈ സാധനങ്ങളൊന്നും ഇത് വില പോവാതെ വരുന്നൊരവസ്ഥയുണ്ട്. ഞാനതിൽ എന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഇതേപോലെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, സോ വാട്ട് ടു ഡു, എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലെറ്റ് ഹിം ഡു ഇറ്റ്, ലെറ്റ് ഹിം ഡു ദ വേ ഹി വാണ്ട് ടു. ആൻഡ് നിങ്ങൾ ഈക്വലി ഇപ്പുറത്ത് നിങ്ങളുടെ കാര്യങ്ങളും ചെയ്യാം. ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സംഗതി വരുന്ന സമയത്ത് ഇപ്പോൾ മാസ്ക്ഡ് മജീഷ്യൻ ഒരു കാലത്ത് വന്നിട്ട് അത് ഭയങ്കരമായുള്ള ട്രിക്സുകൾ പൊട്ടിച്ചിട്ടുണ്ട്. അതെ. പക്ഷെ അതുകൊണ്ട് തന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ സീക്രറ്റ്സ് വെച്ചിട്ട് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന കുറച്ച് മജീഷ്യൻസിനെ ഔട്ട് ഓഫ് ദി ബോക്സ് ആലോചിക്കാൻ തുടങ്ങി. അവർ പുതിയ പുതിയ സംഗതികൾ കൊണ്ടുവരാൻ തുടങ്ങി. പ്രസന്റേഷനിലാണെങ്കിലും മേ ബി പഴയ വീഞ്ഞ് തന്നെയാണ്, കുപ്പി മാത്രം മാറ്റിയിട്ടൊക്കെ ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്തു കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പോൾ ആളുകൾക്കും പുതിയ എക്സ്പീരിയൻസ് കിട്ടാൻ തുടങ്ങി. സോ വിച്ച് വെൻറ്റ് ഗുഡ്. ഓക്കെ, ആളുകൾക്ക് അത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കൺവെൻഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റം വന്നു. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെൻ്റലിസം പഠിക്കാം, മാജിക് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ തന്നെ ഒരു ബോർഡുണ്ട്. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഈ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇത് പബ്ലിഷ് ചെയ്തു. നമ്മളെ മലപ്പുറം കോളേജിന്റെ മുന്നിലുണ്ട് ഒരു അക്കാഡമി. മെന്റലിസം മാജിക് ഒക്കെ തോന്നുന്നുണ്ട്. അതിന്റെ പോസ്റ്ററിലുള്ള ഫോട്ടോ കണ്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇമ്പ്രഷൻ വരും. മാജിക് പഠിക്കാൻ കണ്ട ഒരാൾ കയ്യിൽ ലാപ്ടോപ്പും പിടിച്ചിട്ട് നിൽക്കുന്നത്. അവര് മാർക്കറ്റ് ചെയ്യുന്ന എന്തോ 30 മണിക്കൂർ കൊണ്ട് മാജിക് പഠിക്കാന്നാണ് തോന്നുന്നു. അങ്ങനെ എന്തോന്നു കേൾക്കുന്നത് പഠിച്ച് അത് വലിയൊരു ചോദ്യക്കാരല്ല. ഇത് മെന്റലിസം ഇത് പഠിക്കുന്ന സൈക്കോളജി അല്ല ശരിക്കും പഠിക്കുന്നത്. അങ്ങനല്ല. മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാജിക്. ഓക്കെ, അതിന് ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഹൈപ്പ് വന്നു എന്നുള്ളതാണ്. ഇപ്പം നേരെ തിരിച്ചു പോയി. ഞാനൊരു മെന്റലിസ്റ്റ് ആണ് എന്ന് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഓക്കെ, ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി കോൾഡ് ആസ് എ ഗുഡ് മജീഷ്യൻ. അതാണ് എനിക്കിപ്പോഴും ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഈ മെൻ്റലിസം എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിന് ഒരു പെർട്ടിക്കുലർ സമയത്ത് കേരളത്തിൽ ഭയങ്കര ഹൈപ്പ് വന്നു. കാരണം നമുക്കത് പുതിയതായിരുന്നു. ഇവിടെ അങ്ങനെ സംഗതി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രേതം സിനിമ വരുന്നു, അതിനോടനുബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നു. അങ്ങനെ ഈ മെൻ്റലിസം എന്ന് പറഞ്ഞ സംഗതി ആളുകളിലേക്ക് ഫെമിലിയറൈസ്ഡ് ആയ സമയത്ത് ഭയങ്കര ബൂമുണ്ടായി ഇതിന്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ആളുകൾക്ക് ഇതിനോട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഇത് പുതിയൊരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആളുകൾ വന്നു. പിന്നെ അങ്ങനത്തെ ട്രിക്സ് വരുന്നല്ലോ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇവിടെ കാണാത്തോണ്ടാണ്. ശരിക്കും 90s ഒക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ മെന്റലിസം എത്രയോ മുന്നേ ഉണ്ട്. അറിയോ, ഇറ്റ്സ് ബാക്ക് ടു ഐ തിങ്ക് 1800s തന്നെയുണ്ട് ഈ മെന്റലിസം. പക്ഷെ അത് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബുക്ക് ഉണ്ട്. ഇപ്പൊ എന്നോടൊപ്പം ചോദിക്കുകയാണ്, ഒരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയുള്ള ഒരു മജീഷ്യന്റെ പേര് പറഞ്ഞേ. ഹൂദിനി. വേറെ ഡേവിഡ് ബ്ലെയിൻ്റെ പല ആക്ടുകളും. ഓക്കെ, ഡേവിഡ് ബ്ലെയിൻ ഹുഡീനിയുടെ ഭയങ്കര ഒരു ഫാനാണ്. പക്ഷെ എങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഡേവിഡ് ബ്ലെയിൻ ചെയ്തിരിക്കുന്ന പല ആക്ടുകളും ഇന്ത്യയിൽ നിന്ന് ഒരാൾ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലുണ്ടായിരുന്നതാണ്. സാം ദലാൽ എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകത്തിൽ നിന്നുള്ള
ഒരുപാട് സംഗതികൾ. ഇന്ത്യൻ മജീഷ്യൻ ആയിരുന്നു സമതല. യെസ്, ഇന്ത്യൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ആ പുസ്തകം ത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊരു എന്താ പറയുക, വീക്കിലി പോലെ ആ സംഗതി പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് മാജിക്കിനെ പറ്റിയുള്ള മാജിക്കിനെ പറ്റിയുള്ള ഒരു എന്താ ഇപ്പം നമ്മളതിന് പറയാ, ഒരു മാസിക ഉണ്ടല്ലോ. അതുപോലെ ഐ തിങ്ക് വൺസ് ഇൻ എ മന്ത് ആണോ അതോ ട്വൈസ് ഇൻ എ മന്ത് ആണോ എനിക്ക് അറിയില്ല. അങ്ങനെ എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. ആ ബുക്കിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അതിലുണ്ട് എല്ലാ സംഗതികളും. ഡെയർ ഡെവിൾ ആക്ട്സ്, മാജിക്സ്, മെന്റലിസം. സോ ദിസ് ഇസ് നത്തിങ് ന്യൂ, ഇറ്റ്സ് ബീൻ ഓൾവേസ് ദെയർ. നമ്മളത് അറിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസിനെ ഇന്ത്യയിൽ പലരും മാർക്കറ്റ് ചെയ്തിരുന്നത് അതുവരെ ഒരു സ്പിരിച്വൽ രീതിയിലാണ്. ഇവിടെ മാർക്കറ്റ് അതാണല്ലോ. മാർക്കറ്റ് അതാണ്. ഇവിടെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്പിരിച്വാലിറ്റിക്ക് പോവാണ്. അതെ. നമ്മൾ റീസെന്റ്, നിങ്ങൾക്ക് അറിയില്ല, നമ്മള് റീസെന്റ് നമ്മളെ സ്കൂളിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം ആണെന്നല്ലോ,